കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം കടലിലേക്ക് ഒരു യാത്ര നടത്തുകയാണ്. ആഴക്കടൽ മണൽ ഖനനമൊക്കെ മത്സ്യത്തൊഴിലാളികളുടെ മനസ്സിൽ വലിയ ആശങ്കയായി തുടരുകയാണ്. മത്സ്യമേഖലയ്ക്കായി വലിയ വികസനങ്ങൾ കൊണ്ടുവരുമെന്നാണ് CPIM സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരള രേഖയിലുള്ളത്. ഇതേക്കുറിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് എന്താണ് പറയാനുള്ളത്? കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണ് ഞാനുള്ളത്. അവരുമായി സംസാരിച്ച് കടലിലൂടെ ഒരു യാത്ര. മക്കളെ ഇപ്പം ഇറങ്ങിയിട്ട് കാര്യമില്ല. ഇനി ഈ പണിക്ക് വേണ്ടി ഈ പണിയൊക്കെ നശിച്ചു പോയപ്പം നമുക്ക് ഇപ്പം ഈ മണ്ണ് എടുത്തൂടാ, മണൽ ഖനനം എടുത്തൂടാ. കേന്ദ്രത്തിൽ നമ്മളിത് മണൽ ഖനനം നിർത്തലാക്കണം, എന്നാലും നമുക്ക് ഈ കടലുമായിട്ട് പണിക്ക് പോകാൻ പറ്റത്തുള്ളൂ. നശിപ്പിക്കാൻ വേണ്ടി മോദി എടുത്ത തീരുമാനമാണ്. ഇപ്പോൾ ഇവിടെ മണ്ണെടുക്കണം, വെള്ളം എടുക്കണം, എല്ലാം കൊണ്ട് കടൽ നശിപ്പിക്കുകയാണ്. 60,000-80,000 എണ്ണക്കടമാണ് മത്സ്യത്തൊഴിലാളികൾക്ക്. മിക്ക വെള്ളവും എണ്ണക്കടം കാരണം എണ്ണ കടം വരെ തരുന്നില്ല. ഇപ്പം നമ്മളെല്ലാം ഇവിടെ പട്ടിണിയാണ്. ഇപ്പം ഇവിടെ കടലിൽ ഇപ്പം പണിയില്ലാതിരുന്നപ്പം പട്ടിണിയാണ്. ഇപ്പം എത്ര 2-3 മാസമായി. ഇപ്പോഴുള്ള തലമുറ എന്ന് പറയുമ്പോൾ പിള്ളേരിനെല്ലാം പഠിപ്പിച്ച് ഗൾഫ് രാജ്യത്തെല്ലാം വിട്ടാണ് അവർ നോക്കുന്നത്. കാര്യം ഇവിടെ ഞങ്ങൾക്ക് പ്രധാനമായി ലൈറ്റ് വെച്ചുള്ള മീൻപിടുത്തം കർശനമായി നിരോധിച്ചാൽ ഈ പറയുന്ന പ്രദേശത്ത്, ഈ കൊല്ലം കടപ്പുറത്ത് കാണാത്ത മത്സ്യങ്ങൾ വന്നെത്തും. പ്രധാനം ലൈറ്റാണ് പ്രധാനം. ഈ ലൈറ്റ് വെച്ചുള്ള മീൻപിടുത്തം നിരോധിക്കണം. ഇതാണ് പ്രധാനമായൊരു ഭാഗം. തീരപ്രദേശത്ത് മത്സ്യത്തൊഴിലാളികളെ ഏറ്റവും വയറ്റിത്തടിക്കുന്നൊരു സംഗതിയെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന പ്രോജക്റ്റ്. ഈ കടൽ ഖനനം കൊണ്ട് വന്നാൽ ഇനി ഞങ്ങൾ തുടർന്ന് ഒരു മത്സ്യത്തൊഴിലാളികൾ മത്സ്യമേഖല ചെയ്യേണ്ട ആ ഒരു വിഷയം. കാര്യം ഇവർ ഏറ്റവും കൂടുതൽ മത്സ്യം എന്ന് പറയുമ്പോൾ കൊല്ലം മേഖലയിലാണ് കൂടുതൽ ലഭിക്കുന്നത്. എല്ലാ 4 ജാതി മത്സ്യങ്ങളും ലഭിക്കുന്നൊരു മേഖല കൊല്ലമാണ്. ഈ പറഞ്ഞ 30 കിലോമീറ്റർ എന്ന് പറയുമ്പം ഇപ്പോൾ ഞങ്ങൾ നിലവിൽ പണിയെടുക്കുന്ന പ്രദേശത്ത് 30, 35, 38, 40 കിലോമീറ്റർ മത്സ്യങ്ങൾ ലഭിക്കുന്ന കണക്ക് ഞങ്ങൾ ഒത്തിരിയും പടിഞ്ഞാറങ്ങ് പോകുന്നത്. ഈ 30 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കിളിമീൻ എന്ന് പറഞ്ഞൊരു മീനുണ്ട്, സീസണ് കിട്ടുന്നത്. ഈ മണലിൻ്റെ മടയെന്ന് പറയുന്ന സംഗതിയുണ്ട്. ആ മീൻ തങ്ങുന്ന പ്രദേശമാണ്. ഈ എടുത്തിട്ട് പോയിരുന്നാൽ പിന്നെ ആ മീനിൻ്റെ പൊടി പോലും അവിടെ കാണാൻ ബുദ്ധിമുട്ടാണ്. ഏറെ പ്രയാസമായി ഉണ്ടാക്കുന്നൊരു വിഷയമാണ് കടൽ ഖനനവുമായിട്ട് വരുന്നത്. കാര്യം ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളെന്ന് പറയുമ്പം ഈ പ്രദേശത്ത് ജൂൺ ജൂലൈ മാസങ്ങൾ ഏറെ ലഭിച്ചിട്ടിരുന്ന മത്സ്യങ്ങൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ നിങ്ങൾ മുട്ടയിടുന്നൊരു കാലഘട്ടം. ഈ മണലെടുക്കുന്ന ഒരു സാഹചര്യം. അവിടെ പാരുകളുണ്ട്. അടിത്തട്ടിൻ്റെ മണലിൻ്റെ മീതെ തന്നെ ചേറും ചെളികളും ഉണ്ട്. 1.5-2 മീറ്ററോളം നല്ല കട്ടിയുള്ള ചെളിയും ചേറുണ്ട്. അവിടെ മത്സ്യങ്ങൾ ലഭിക്കുന്നൊരു മേഖല, പാരുകളുണ്ട്. അങ്ങനെ ഇതെല്ലാം ഈ കടൽ ഖനനവുമായിട്ട് എടുത്ത് നശിപ്പിക്കുന്നൊരു സാഹചര്യമാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ പണ്ടൊക്കെ 10-20-25 വർഷങ്ങൾക്ക് മുമ്പേ 300-350 ലിറ്റർ എണ്ണ ലഭിച്ചിരുന്നത്. 300-350, 600 ലിറ്റർ എണ്ണ വരെ ലഭിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ ആ എണ്ണയെന്ന് പറയുന്ന ഇന്ധനം എന്ന് പറയുന്ന സാധനം കേന്ദ്ര സർക്കാർ ക്യാൻസൽ. ഈ മണ്ണെണ്ണ എന്ന് പറയുമ്പോൾ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും വലിയൊരു നേട്ടമാണ് സബ്സിഡി എണ്ണ. ആ സബ്സിഡി എണ്ണയെല്ലാം ലഭിക്കാതിരുന്നപ്പോൾ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളെ വയറ്റിത്തടിച്ചൊരു സംവിധാനം കേന്ദ്ര സർക്കാർ ഇപ്പം ചെയ്യും. ഇൻഫൻറ്റ് ജീസസ് എന്ന് പറഞ്ഞ വള്ളവ ഞാൻ 2018 ഈ പ്രളയകാലത്ത് ആദ്യമായിട്ട് അയക്കുന്നത്. അത് പോയി നല്ല വിജയം എന്ന് പറഞ്ഞ് അന്ന് അവിടെ ഇരുന്ന കളക്ടറും എല്ലാം ഞങ്ങൾക്ക് വിളി വന്നതിന് ശേഷം ഏറെ വള്ളങ്ങൾ ഇവിടുന്ന് അയക്കാനൊരു സംവിധാനം വരുന്നു. ഉച്ചയ്ക്ക് രാത്രി 12 മണിക്ക് ഞങ്ങളെ യൂണിയൻ്റെ ജില്ലാ പ്രസിഡൻറ്റ് ബേസിലാൽ സഖാവ് വിളിച്ച് കാര്യങ്ങൾ പറയുന്നത് എത്രയും പെട്ടെന്ന് കൂടുതൽ വള്ളങ്ങൾ അയക്കേണ്ട സംവിധാനം വരും. അന്ന് ഞങ്ങൾ രാത്രി 12 മണിക്ക് തന്നെ മീറ്റിംഗ് കളക്ടറും RDIയും ഒക്കെ വന്ന് മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു. ഏറെ വള്ളങ്ങൾ അന്ന് രാത്രി തന്നെ 10ഓളം വള്ളങ്ങൾ പിന്നെ അയക്കാൻ ഇവിടെ തൊഴിലാളികളെല്ലാം ഒറ്റക്കെട്ടായി 160-ലേറെ വള്ളങ്ങൾ ഈ പല ജില്ലകളിലും അന്ന് ഈ പ്രളയം വന്നപ്പോൾ സഹായിക്കാൻ. കടലിലൂടെയുള്ള യാത്ര തുടരുകയാണ്. വലിയ ആശങ്കയാണ് ആഴക്കടൽ മണൽ ഖനനം മത്സ്യത്തൊഴിലാളികളിൽ ഉണ്ടാക്കുന്നത്. വലിയ ലൈറ്റുകൾ വെച്ചുള്ള മീൻപിടുത്തവും ഇവരുടെ ഉപജീവനത്തെ ബാധിക്കുന്നു. ദിലീപ് ദേവസിക്കും അബു താഹിറിനുമൊപ്പം PR സുനിൽ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.